ഹായ് ഓൾ, റീസെൻ്റായിട്ട് നടന്ന എക്സാമിലെല്ലാം കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ SCERT ബേസിക് സയൻസ്, ഇത് SCERT തന്നെയാണ്. പ്രകാശം പതിക്കുമ്പോൾ 7ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് പ്രകാശം പതിക്കുമ്പോൾ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. 2 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിലുണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 2 സമതല ദർപ്പണങ്ങളുണ്ട്, അത് 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിലുണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കണം. ആ ഇക്വേഷനാണ് 360/x - 1. ഇക്വേഷൻ എന്താണ്? 360/x - 1 എന്നുള്ള ഇക്വേഷൻ പഠിച്ചു വയ്ക്കണം. ഇവിടെ എക്സ് എന്ന് പറയുന്നത് കോണളവിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രിയാണ്. അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നോക്കാം എന്താണ് ആൻസർ. 360 / 60 - 1. 0 0 ക്യാൻസൽ ആവും. 6ഉം 36ഉം കൂടെ കട്ട് ചെയ്താൽ നമുക്ക് 6 കിട്ടും. അപ്പോൾ 6 - 1 എത്രയാണ്? 5 ആണ്. 5ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ ടേബിളിൽ 3 ആംഗിളും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെന്ന് പറയുന്നത് അത് നോക്കാം 30 ഡിഗ്രിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ആവുകയാണെങ്കിൽ എത്ര പ്രതിബിംബങ്ങൾ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ നോക്കാം. 360 / 30 - 1. 0 0 ക്യാൻസൽ ആവും. 3ഉം 36ഉം കൂടെ ക്യാൻസലായ എത്ര വരും? 12 വരും. പിന്നെയുള്ളത് 12 - 1 ആണ്. 12 - 1 എത്ര വരും? 11 ആണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇത് ചോദിച്ചാൽ എല്ലാവരും ചെയ്യുക. താങ്ക് യു.